ഏക സിവിൽ കോഡ് ബിൽ ഫെബ്രുവരി 6-ന് പാസാക്കാൻ ഒരുങ്ങി ഉത്തരാഖണ്ഡ്. 3 ദിവസത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ അജണ്ട ഏക സിവിൽ കോഡ് ബിൽ പാസാക്കലാണ്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, രാജ്യം ഏക സിവിൽ കോഡിലേക്ക് പോകുന്നുവെന്ന BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നതിനിടെയാണ് ഉത്തരാഖണ്ഡ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ ഒരു ഏക സിവിൽ കോഡ് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉത്തരാഖണ്ഡ് നിയമസഭാ സമ്മേളനം അടുത്ത ആഴ്ച ചേരുന്നത്. 5-ാം തീയതി ആരംഭിക്കുന്ന സമ്മേളനത്തിൽ 6-ാം തീയതി ബില്ല് പാസ്സാക്കുമെന്നതാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഏകീകൃത സിവിൽ കോഡിന്റെ കരടിന് ഉത്തരാഖണ്ഡ് മന്ത്രിസഭ ഇതുവരെ അംഗീകാരം നൽകിയില്ല എന്നും ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കരടിന്മേൽ തുടർ ചർച്ചകൾ ആവശ്യമാണെന്നും അത്തരം ചർച്ചകൾ നടക്കുമെന്നതുമാണ് പുഷ്കർ സിംഗ് ധാമി ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ ഒരു കരട് ചർച്ച ചെയ്യാൻ വീണ്ടും മന്ത്രിസഭ യോഗം ചേരും. അതേസമയം വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസമാണ് ഈ ഏകീകൃത സിവിൽ കോഡിന്റെ കരട് രേഖ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത്. 700-ലേറെ പേജുകളായിരുന്നു ഉള്ള കരട് 4 ഭാഗങ്ങളായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ നൽകിയിരിക്കുന്ന ആ ഒരു റിപ്പോർട്ടിൽ 400 സെക്ഷനുകളെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. അതിൽ വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ എന്നിവയെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് പൊതു സ്വഭാവത്തിലാക്കിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ചേർന്ന ക്യാബിനറ്റ് കരടിന് അംഗീകാരം നൽകിയിട്ടില്ല. തുടർ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും അംഗീകാരം നൽകുക. അതിനുശേഷം 6-ാം തീയതിയോടുകൂടി ഉത്തരാഖണ്ഡ് നിയമസഭ ബില്ലിന് അംഗീകാരം നൽകും എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആ ഒരു പ്രതികരണം തന്നെയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. എന്തായാലും ഉത്തരാഖണ്ഡ് മാതൃകയിൽ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അസുത വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു തലവൂർ.